വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. അപ്പോൾ നമ്മുടെ കേരള PSC നടത്തുന്ന SI ടെസ്റ്റ്, കോൺസ്റ്റബിൾ ടെസ്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ മിലിറ്ററി റിക്രൂട്ട്മെന്റുകളിലൂടെയൊക്കെ ഒരു യൂണിഫോം പോസ്റ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിലുണ്ട് അല്ലേ? ഒരു ഗവൺമെന്റ് ജോലി എന്നതിലേക്ക് അപ്പുറത്തേക്ക് ഒരു യൂണിഫോം പോസ്റ്റ് മാത്രം സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ ലക്ഷ്യമിട്ട് പഠിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിലെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഏതൊക്കെ എക്സാമുകളാണ് നിങ്ങൾ എഴുതേണ്ടത്, ഈ എക്സാമുകളിലൂടെ ഏതൊക്കെ ജോലികളാണ് നിങ്ങൾക്ക് കിട്ടുക, ഏജ് ലിമിറ്റ് എന്താണ്, ഈ ജോലി ലഭിച്ചു കഴിഞ്ഞാലുള്ള സാലറി സ്കെയിൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ട് SSC എക്സാമുകളെ പറ്റിയിട്ടാണ്. SSC എക്സാമുകൾ ഓഫർ ചെയ്യുന്ന യൂണിഫോം പോസ്റ്റുകളെ പറ്റിയിട്ടാണ്. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്നത് SSC CGL എന്ന് പറയുന്ന എക്സാം. SSC CGL എന്ന് പറയുന്ന അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് ആണ് പ്രിവെന്റീവ് ഓഫീസർ ഇൻ CBIC. അപ്പോൾ പ്രിവെന്റീവ് ഓഫീസർ ഇൻ CBIC എന്ന് പറയുമ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ് കേട്ടോ. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലെ പ്രിവെന്റീവ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. ഈ പോസ്റ്റ് ഒരു ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു SSC CGL എക്സാമിലൂടെയാണ് ഈ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പൊ ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്മഗ്ലിംഗ് നമ്മൾ പ്രിവെന്റ് ചെയ്യുക, അതുപോലെ തന്നെ ലോ ഓഫ് കസ്റ്റംസ് ഒക്കെ എൻഫോഴ്സ് ചെയ്യുക തുടങ്ങിയ ജോലികളാണ് ഇവർക്ക് വരിക. ഇവർ മെയിൻ ആയിട്ട് എയർപോർട്ടുകളിലും സീപോർട്ടുകളിലും ഒക്കെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ജോലി നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു SSC CGL എക്സാം ആണ് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പൊ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ്. SSC നടത്തുന്ന എല്ലാ എക്സാമുകളുടെയും അതായത് CGL തന്നെ പല ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് എഴുതാൻ പറ്റിയ പോസ്റ്റുകൾ ഉണ്ട് കേട്ടോ. 18 മുതൽ 30 വരെ ഉണ്ട്, 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റിയ പോസ്റ്റുകൾ ഉണ്ട്, 18 മുതൽ 32 വരെയൊക്കെ ഉള്ളവർക്ക് എഴുതാൻ പറ്റിയ പോസ്റ്റുകൾ ഉണ്ട്. അപ്പൊ എന്തായാലും 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് പ്രിവെന്റീവ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. പേ ലെവൽ 7 ആണ് വരുന്നത്. അപ്പൊ 44,900 മുതൽ 1,42,400 എന്ന് പറയുന്ന ഒരു ലെവലിനകത്തായിരിക്കും നിങ്ങളുടെ പേയ്മെന്റ് ഉണ്ടായിരിക്കുക. ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ CBIC നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതും നമ്മൾ പറഞ്ഞതുപോലെ SSC CGL എക്സാമിന് കീഴിൽ അതായത് SSC CGL എക്സാം എഴുതി നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന പോസ്റ്റുകളിൽ ഒന്നാണ് സബ് ഇൻസ്പെക്ടർ ഇൻ CBIC നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇത് എഗെയിൻ ഒരു ഗ്രൂപ്പ് B പോസ്റ്റ് ആണ് കേട്ടോ. ഇതൊരു ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. അപ്പോൾ ഈ ജോലിയിൽ നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് റെയ്ഡ് നടത്തുക, സർവൈലൻസുകൾ നടത്തുക, അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുക തുടങ്ങിയ ജോലികളാണ്. ഏജ് ലിമിറ്റ് എഗെയിൻ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ്. ഓക്കെ, 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പേ ലെവൽ 7 തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് 44,900 മുതൽ 1,42,400 രൂപ വരെയാണ്. ഈ ഒരു റേഞ്ചിനകത്തായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് മറ്റൊരു എക്സാമിൽ നിന്നാണ്. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നിങ്ങൾ SSC എക്സാംസ് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതായത് ഇപ്പോൾ വരുന്ന CGLന്റെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു, എക്സാം 2 മാസത്തിനകത്ത് ഉണ്ടാവും. ഇനി അടുത്ത വർഷം SSC നടത്തുന്ന എല്ലാ എക്സാമുകളും എല്ലാ വർഷവും നടക്കുന്നതാണ്. അല്ലാതെ 2, 3, 4 വർഷം കാത്തിരുന്നിട്ടല്ല ഒരു SSC എക്സാം നടത്തുന്നത്. എല്ലാ വർഷം തോറും നടക്കുന്ന പരീക്ഷയാണ്. അപ്പൊ അടുത്ത വർഷത്തെ SSC എക്സാമുകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമി പുതിയ SSC റെഗുലർ ബാച്ച് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. 8075753676 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷെ എന്നാലും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു ഓഫ്ലൈൻ സെന്ററിൽ നിങ്ങൾ പോയി പഠിക്കുന്ന അതേ ഇമ്പാക്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു ഓൺലൈൻ കോഴ്സ് ആയിരിക്കും ഇത്. അങ്ങനെ പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ സെന്ററിൽ കിട്ടുന്നത് പോലെ തന്നെ ക്വാളിറ്റി ക്ലാസ്സുകൾ കിട്ടും, മെന്റർ സപ്പോർട്ട്, പേഴ്സണൽ മെന്റർ സപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഹാർഡ് കോപ്പി ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള മാത്രമല്ല മോക്ക് ടെസ്റ്റുകൾ, എല്ലാ എക്സാമുകളുടെയും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അടങ്ങിയ ഒരു കോഴ്സാണിത്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്ന് തന്നെ ഒരു ഓഫ്ലൈൻ സെന്ററിൽ പോകുന്ന പോലെ പാർട്ട് ടൈം ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിലേക്ക് വിളിക്കാം. നെക്സ്റ്റ് ഇയർ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് കേട്ടോ. 2 മാസത്തെ ക്രാഷ് ഒന്നുമല്ല,
നെക്സ്റ്റ് ഇയർ ഒരു വർഷം മൊത്തം നിങ്ങൾ പഠിച്ചു കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ആയി എക്സാം എഴുതേണ്ട ഒരു കോഴ്സാണിത് കേട്ടോ. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പം നമ്മൾ അടുത്ത എക്സാംസിന്റെ കാര്യം പറഞ്ഞു, പോസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ എഗെയിൻ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് ബി പോസ്റ്റ് ഇൻസ്പെക്ടർ എക്സാമിനർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ഈ എക്സാം നമ്മൾ അല്ല, ഈ പോസ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് SSC CGL എന്ന് പറയുന്ന എക്സാമിൽ ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. SSC CGL എക്സാം എഴുതാനുള്ള മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി, അത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആവാം, മെഡിക്കൽ ഡിഗ്രി ആവാം, അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഹിസ്റ്ററി, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ SSC CGL എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇൻസ്പെക്ടർ എക്സാമിനർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റും വരുന്നത് CBICയുടെ കീഴിൽ തന്നെയാണ്. അപ്പോൾ ഇവർക്കും മെയിൻ ആയിട്ട് പോർട്ടുകളിലും എയർപോർട്ടുകളിലും ഒക്കെയാണ് ഡ്യൂട്ടീസ് ഉണ്ടാവുക. അപ്പോൾ ഇവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഗൂഡ്സുകൾ വെരിഫൈ ചെയ്യുക, അതിന്റെ ഡോക്യുമെന്റ്സ് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ്. പേ ലെവൽ 7 കീഴിൽ വരും. 44,900നും 1,42,400നും ഇടയിലായിരിക്കും ഈ പേയ്മെന്റ് ഉണ്ടാവുക. ഇതിന്റെ സാലറി നമുക്ക് ബേസിക് ആയിട്ട് കിട്ടാം. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ എക്സൈസ് ആണ്. ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ എക്സൈസ് എന്ന് പറയുന്നതും എഗെയിൻ ഒരു ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്, ഒരു യൂണിഫോം പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് ബിയിൽ തന്നെയാണ് വരുന്നത്. CBICക്ക് കീഴിൽ വരുന്ന പോസ്റ്റ് ആണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എക്സൈസ് ഡ്യൂട്ടി മോണിറ്റർ ചെയ്യുന്ന ജോലിയൊക്കെയാണ് ഇവർക്ക് ഉണ്ടാവുക. ഇൻസ്പെക്ഷൻസ് നടത്തുക, അതുപോലെ തന്നെ ടാക്സിന്റെ കാര്യങ്ങൾ നോക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ഉണ്ടാവുക. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ്. പേ ലെവൽ 7 ആണ്. 44,900നും 1,42,400നും ഇടയിൽ തന്നെയാണ് ഇതിനും പേയ്മെന്റ് വരിക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാംസ് എല്ലാം തന്നെ SSC CGL എന്ന് പറയുന്ന ഈ പോസ്റ്റുകൾ എല്ലാം തന്നെ SSC CGL എന്ന് പറയുന്ന എക്സാം ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളാണ്. SSC CGLന് ശേഷം അടുത്ത് നമ്മൾ നോക്കുന്നത് SSC നടത്തുന്ന MTS ഹവൽദാർ എന്ന് പറയുന്ന എക്സാം ആണ്. MTSനും ഹവൽദാറിനും കോമൺ ആയിട്ട് ഒരു എക്സാം ആണ് വരുന്നത്. ഇതിനകത്ത് ഹവൽദാർ എന്ന് പറയുന്ന പോസ്റ്റ് നമുക്ക് യൂണിഫോം പോസ്റ്റ് ആയിട്ടാണ് വരിക. MTS എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലറിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന പോസ്റ്റ് ആണ്. ഹവൽദാർ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് ഫീൽഡ് ഡ്യൂട്ടീസ് ഉണ്ടാവും, റെയ്ഡുകൾ അസിസ്റ്റ് ചെയ്യേണ്ടി വരും, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സും ഫയൽസും ഒക്കെ ക്യാരി ചെയ്യേണ്ടി വരും, ഗവൺമെന്റ് പ്രോപ്പർട്ടി ഗാർഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ ജോലികളൊക്കെയാണ് നമ്മുടെ ഹവൽദാർ എന്ന് പറയുന്ന ഡ്യൂട്ടിയുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. ഇവര് SSC MTS എക്സാം ആണ് എഴുതേണ്ടത്. MTS എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ് ആണ് കേട്ടോ. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് ഈ MTS എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ 10th ക്വാളിഫിക്കേഷനിലൊക്കെ നിങ്ങളൊരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു എക്സാം ആണ് SSC MTS എന്ന് പറയുന്നത്. ഈ MTSന്റെ ഹവൽദാർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഏജ് ലിമിറ്റ് 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലാണ്. ബേസിക് പേ എന്ന് പറയുന്നത് ഏകദേശം 18,000 രൂപയാണ്. പിന്നെ നിങ്ങളുടെ ഗ്രോസ് സാലറി ബാക്കി HRA ഒക്കെ കൂട്ടിയിട്ട് ഗ്രോസ് സാലറി 31,000 രൂപയോളം വരും. നിങ്ങളുടെ ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സിറ്റിയിലാണോ അതൊക്കെ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരും. എന്നാലും ബേസിക് പേ 18,000 ആണ് വരിക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത്, അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഈ SSC MTS എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഇപ്പോഴും ഈ SSC MTS എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/7/2025 ആണ് കേട്ടോ. വീഡിയോ കാണുന്നവരാരെങ്കിലും MTS ഹവൽദാർ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 24/7/2025 വരെയാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ എക്സാം ഏകദേശം നടക്കുന്നത് സെപ്റ്റംബർ 20നും ഒക്ടോബർ 24നും ഇടയിലായിരിക്കും. SSCയുടെ നോട്ടിഫിക്കേഷൻസിൽ പറയുന്ന ഡേറ്റുകളൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് തന്നെ അവർ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിലൊക്കെ തന്നെ ഈ എക്സാം ഉണ്ടാവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്ന എക്സാം ആണ് SSC CPO എക്സാം. CPO എക്സാം എന്ന് പറയുമ്പോൾ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ എക്സാം ആണ്. അപ്പോൾ ഈ SSC CPO എക്സാമിന്റെ കീഴിൽ SSC CPO എക്സാമിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ട് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ്, അതുപോലെ തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലൊക്കെയുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഉള്ള പോസ്റ്റിംഗ് ആണ് ഈ CPO എക്സാം വഴി നമുക്ക് കിട്ടുക. അപ്പം ഇതിനകത്ത് ആദ്യം വരുന്നത് സബ് ഇൻസ്പെക്ടർ GD ഇൻ CAPFs ആണ്. സോ ഇവരുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ലെവൽ 6ൽ വരും. 35,400നും 1,12,400നും ഇടയിലായിരിക്കും ഇവർക്ക് പേ സ്കെയിൽ ഉണ്ടാവുക. ഇവർ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തത്
സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് ഇൻ ഡൽഹി പോലീസ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പൊ ഈ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവരും പേ ലെവൽ 6 തന്നെയാണ്. അതായത് 35,400 രൂപയ്ക്കും 1,12,400 രൂപയ്ക്കും ഇടയിലാണ് ഇവർക്ക് പേയ്മെന്റ് ഉണ്ടാവുക. പക്ഷെ ഇവര് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് വരിക. പക്ഷെ ഇവിടെയാണെങ്കിൽ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. പക്ഷെ അത് നോൺ ഗസറ്റഡ് ആയിട്ടുള്ള നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണെന്ന് കൂടെ നിങ്ങൾ ഓർക്കുക. അപ്പൊ ഈ SSC CPO എക്സാം എഴുതാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലാണ്. SSC CPO എക്സാം എഴുതാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലാണെന്ന് കൂടെ നിങ്ങൾ ഓർക്കണം. ഓക്കെ, സോ നമുക്ക് അടുത്ത എക്സാമിലേക്ക് പോവാം. അടുത്ത എക്സാം എന്ന് പറയുന്നത് SSC GD ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ എക്സാം ആണ്. എഗെയിൻ ഇതും 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആണ്. നിങ്ങൾ ഫിസിക്കലി കുറച്ച് ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം റിലേ ചെയ്യാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ജോലി കിട്ടുന്ന, കട്ട് ഓഫ് ഒക്കെ അത്യാവശ്യം കുറഞ്ഞു വരുന്ന ഒരു പരീക്ഷയാണിത്. അപ്പൊ ഈ പരീക്ഷയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ SSC GD എക്സാം പേ ലെവല് 1 വരുന്ന പോസ്റ്റുകൾ ഉണ്ട്. അതായത് 18,000-നും 56,900-നും ഇടയിൽ വരും. അപ്പൊ ഇത് സിപ്പോയി ഇൻ NCB എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പേ ലെവൽ 3 അതായത് 21,700-നും 69,100-നും ഇടയിൽ പേയ്മെന്റ് വരുന്ന പേ ലെവൽ 3ക്ക് കീഴിലാണ് ബാക്കി എല്ലാ പോസ്റ്റുകളും ഉണ്ടാവുക. ഈ SSC GD എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലാണ് ഉണ്ടാവുക. അപ്പൊ എഗെയിൻ ഈ SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് കേട്ടോ. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. BSF, CRPF, CISF, ITBP, SSB, SSF, NIA, ആസാം റൈഫിൾസിലൊക്കെയാണ് നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കുക. കുറച്ച് ബോർഡർ ഭാഗത്തേക്കൊക്കെ ജോലി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് SSC GD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എക്സാമുകളാണ് മെയിൻ ആയിട്ടും സെൻട്രൽ ഗവൺമെന്റ് ഫീൽഡിൽ യൂണിഫോം പോസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ കിട്ടുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ ഏജ് ലിമിറ്റ് എല്ലാം തന്നെ ജനറൽ കാറ്റഗറിയുടേതാണ്. അപ്പോൾ നിങ്ങൾ OBC കാറ്റഗറി, OBC NCL നോൺ ക്രിമിലെയർ കാറ്റഗറിക്ക് കീഴിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും, അതുപോലെ SC ST കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും കിട്ടും. ഇത് കൂടാതെ എക്സ് സർവീസ് മെൻ, വിഡോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഓരോ എക്സാമിനും ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ GD, MTS, CGL അടക്കമുള്ള എല്ലാ എക്സാമുകൾക്കും നിങ്ങളെ സഹായിക്കുന്ന കോഴ്സിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, നമ്പർ 8075753676 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിലും ഒട്ടും വൈകിട്ടില്ല, എത്രയും പെട്ടെന്ന് തന്നെ. പ്രത്യേകിച്ച് GD എക്സാമിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഇനി അടുത്ത ഡിസംബർ ആ ഒരു സമയത്തെ വരും. എക്സാം ഒരു ഫെബ്രുവരി, മാർച്ച് അല്ലെങ്കിൽ ജനുവരി ആ ഒരു സമയത്തായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ ഒരു 6-7 മാസം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് പോലും SSC MTS അപ്ലൈ ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. GD എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പഠിക്കാനും എഴുതാനുമുള്ള സമയം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ഈ CGL എക്സാം അടുത്ത വർഷം വരുന്നുണ്ട്. ഈ എക്സാം ഒക്കെ ഒരു വർഷത്തോളം പ്രിപ്പയർ ചെയ്ത് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് CGLനൊക്കെ കട്ട് ഓഫ് കുറച്ച് കൂടുതലാണ്, ക്വാളിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സാം ആണ്. മിനിമം ഒരു 1 ഇയർ പ്രിപ്പറേഷൻ എങ്കിലും അതിന് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ജോലികളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്.